യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോർമുഖം തുറന്ന് ഷാഫി രാഹുൽ മങ്കൂട്ടത്തിൽ അനുകൂലികൾ. അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്ത് അംഗീകരിക്കില്ല എന്നാണ് നിലപാട്. രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്നാണ് വിമർശനം. അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം. പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കം മൂത്തു. ഇതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കുകയായിരുന്നു ദേശീയ നേതൃത്വം. രാഹുൽ മങ്കൂട്ടത്തിൽ തിടുക്കപ്പെട്ട MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ്. CPM-ലും കോൺഗ്രസിൽ തന്നെയും നേരത്തെ സമാന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആരോപണ വിധേയർ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്ന സാഹചര്യമാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. നിയമപരമായി രാഹുലിനെതിരെ എന്തെങ്കിലും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിനെതിരെ പരാതി പാർട്ടി ആഭ്യന്തര സമിതി അന്വേഷിക്കും. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരാനുള്ള ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. റിനി എന്ന തുടക്കമിട്ട ആരോപണ ശരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ പരാതികളുടെ രൂപത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുമ്പോഴും തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ തിടുക്കത്തിൽ എടുക്കേണ്ടതില്ല എന്ന പൊതുവികാരമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്. കാരണം ഇതിനു സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടവർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുണ്ട്. അവർ ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നതിന്റെ പേരിൽ പോലീസിൽ രേഖാമൂലം ഒരു പരാതി ലഭിക്കുകയോ പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ല എന്നൊരു വികാരമാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ആരോപണ വിധേയനായ രാഹുലിനും പറയാനുള്ളതുകൂടി കേട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറി. KPCC നേതൃത്വം അത് ഹൈക്കമാൻഡിന് കൈമാറുന്നതോടെ ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനായി ആരെ തെരഞ്ഞെടുക്കുമെന്ന ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ വലിയ തരത്തിൽ സജീവമായിരിക്കുകയാണ്. ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ഓരോ പേരുകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻപിലുണ്ടായിരുന്നത് KM അഭിജിത്തിന്റെയും അതോടൊപ്പം അബിൻ വർക്കിയുടെയും പേരുകളായിരുന്നു. അബിൻ വർക്കി നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റാണ്. രാഹുലിന്റെ തൊട്ടുതാഴെ ഭൂരിപക്ഷം ലഭിച്ചയാളാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ. അതേസമയം നിലവിൽ പാർട്ടിക്കുണ്ടായ അവമതിപ്പ് കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഒരു വനിതയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ചർച്ചകളും സജീവമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡോക്ടർ സോയ ജോസഫിന്റെ പേരിനാണ് ഡൽഹിയിൽ മുൻഗണനയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രണ്ട് പേരുകൾ, അരിത ബാബു, ഡോക്ടർ സോയ ജോസഫ്, ഇങ്ങനെ രണ്ട് പേരുകൾ നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടക്കം വിശദമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം കേരളമടക്കം അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കും, സ്വാധീനിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശ്നം പാർട്ടിയിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു പൊതു സ്വീകാര്യനായ ആളെ അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള വനിതയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്താനുള്ള സാധ്യതയാണ് നിലവിൽ. ഡാൻ കുര്യൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട നിലപാടിൽ പോലീസ്. വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയെന്ന വെളിപ്പെടുത്തലിൽ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയെങ്കിലും FIR ഉടൻ രജിസ്റ്റർ ചെയ്യില്ല. യുവതികളിൽ ആരെങ്കിലും നേരിട്ട് പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് പോലീസ്. നവമി ദിനേശ് റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. യുവനടിയാകട്ടെ രാഹുലിന്റെ പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ വന്ന കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് പരാതി. കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നും പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ രാഹുലിനെതിരെ പരാതിക്കാരന് തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഗർഭചിത്രം നടന്നിട്ടുണ്ട്, ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ, ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിലും
വ്യക്തത വന്നിട്ടുമില്ല. കേസിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകുകയോ ചെയ്യണം. ഗർഭഛിദ്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് പോലീസ്. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിനും ബാലാവകാശ കമ്മീഷനും ഇന്നലെ പരാതി നൽകിയത്. യുവതിയും രാഹുലും തമ്മിലുള്ള നിലയിൽ ഇപ്പോൾ ലഭിച്ച ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് ഷിൻഡോ പരാതി നൽകിയിരിക്കുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും ഗർഭസ്ഥ ശിശുവിനെ ജീവിച്ചിരിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം യുവതിയെ മാനസികമായും ശാരീരികമായും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരേക്കും യുവതികൾ ആരും പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത് തന്നെയാണ് MLA സ്ഥാനം ഉൾപ്പെടെ രാഹുൽ രാജിവെക്കാത്തത് എന്ന് തന്നെയാണ് വാർത്തകളും. ഒപ്പം തന്നെ രാഹുലിന്റെ ആത്മവിശ്വാസവും അത് തന്നെയാണ്.